ഹജ്ജ് മാസത്തിനെ ചർച്ച ചെയ്തത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ വലയാലിൻ അശ്ർ. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നത് ദുൽഹജ്ജിന്റേതായ ഫജ്റിനെ പറ്റിയിട്ടാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ദുൽഹജ്ജ് മാസത്തിലെ പ്രഭാതങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. വലയാലിൻ അശ്ർ. ആ ദുൽഹജ്ജ് മാസത്തിലെ ദിവസങ്ങളെ കൊണ്ടും പകലിനെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. ദുൽഹജ്ജ് മാസത്തിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിനെ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയുമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ ദുൽഹജ്ജ് മാസത്തിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ആദരവാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹജ്ജ് മാസത്തിനെ പ്രത്യേകമായി കണ്ടിട്ടുണ്ട്. യുദ്ധം ഹറാമാക്കിയ മാസം ദുൽഹജ്ജ് മാസമാണ്. ഹജ്ജിന്റെ മാസം ദുൽഹജ്ജ് മാസമാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട മാസം ദുൽഹജ്ജ് മാസമാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മഹാനാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആദരവാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിന അയ്യാമിൽ അമലു സാലിഹ അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം. ആദരവാകുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്, മാ മിൻ അയ്യാമിൻ. ആദ്യം നഫി പറഞ്ഞിട്ട് പിന്നെ മിൻ അയ്യാമിൻ നഖറ കൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങി. അവിടെ തന്നെ ഒരു നല്ല സൂചനയാണ് കാണുന്നത്. ഹബീബായ തങ്ങൾ പറയുകയാണ്, മാ മിൻ അയ്യാമിൻ അമലസ് സാലിഹു വഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങൾ വെച്ച് ഏറ്റവും നല്ല ദിവസങ്ങള്, പകലിൽ വെച്ച് ഏറ്റവും നല്ല പകലില്, ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്ന പകലില് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പകൽ ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് ദുൽഹജ്ജ് മാസത്തിലെ 1 തൊട്ട് 9 വരെയുള്ള ദിവസങ്ങളിലാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഉസ്താദേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ അത് രാത്രിയാണ്. ലൈലത്തുൽ ഖദ്ർ രാത്രികൾ വെച്ച് ഏറ്റവും നല്ല ശ്രേഷ്ഠമുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. പകലിൽ വെച്ച് ഏറ്റവും നല്ല പകലാണ് ഏറ്റവും നല്ല ശ്രേഷ്ഠമുള്ള പകല്. ആ പകലിനേക്കാളും മറ്റൊരു പകലില്ല. മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങളും പറയുന്നു, അത് റമളാനിന്റെ പകലായാലും ശരി, പകലിൽ വെച്ച് ദുൽഹജ്ജിന്റെ പകലിനേക്കാളും നല്ലൊരു പകൽ വേറെയില്ല. റമളാന്റെ പകലായാലും ശരി, ഏറ്റവും നല്ല പകലെന്ന് മഹാന്മാർ റിപ്പോർട്ട് ചെയ്തത്, എണ്ണി പറഞ്ഞത് അത് ദുൽഹജ്ജിന്റെ പകലാണ്. അതിനാണ് സ്ഥാനം കൂടുതൽ. ആ ദുൽഹജ്ജിന്റെ പകലിലാണ് പല സംഭവങ്ങളും നടക്കുന്നത്, പല പ്രത്യേകതകളും ഇസ്ലാമിൽ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, യാ റസൂലല്ലാഹ് അതിനേക്കാളും ഏറ്റവും വലിയ ശ്രേഷ്ഠത ഈ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ നിസ്കാരവും നോമ്പുമായി കഴിഞ്ഞു കൂടുതലാണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അതേ ദുൽഹജ്ജ് മാസത്തിലെ 1 തൊട്ട് 9 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിസ്കാരവും നോമ്പും ഹജ്ജുമായിട്ട്
നിങ്ങൾ മുൻപോട്ട് പോകലാണ് നിങ്ങൾ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ ബാക്കി പൂർത്തിയാക്കുകയാണ്, ഇല്ലാ റജുലൻ ഖറജ ഫീ നഫ്സിഹി വമാലിഹി. ഒരു മനുഷ്യനെ അവന്റേതായ സ്വന്തം നഫ്സ് കൊണ്ട് അവന്റെ മുതൽ കൊണ്ട് അവൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. എന്നിട്ടതേ ആ മനുഷ്യനതെ ആ യുദ്ധരണാകുളത്തിൽ അവനതെ ശഹീദായി പോയ മനുഷ്യനല്ലാതെ അവന്റെ പ്രതിഫലമല്ലാതെ മറ്റൊരാൾക്കും അത്രയും നല്ല പ്രതിഫലമില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ ജിഹാദിന് പോയി. നിസ്കരിക്കാൻ അവർക്ക് പിന്നെയും പറ്റും. പക്ഷേ സ്വത്തും മുതലും എല്ലാം ഉപേക്ഷിച്ച് ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് വെള്ളം പോലും കുടിക്കാതെ ഒരു ചെരുപ്പ് പോലും ഇടാൻ കഴിയാതെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കൂടിയിട്ട് സ്വഹാബത്തുൽ കിറാം പോയി യുദ്ധം ചെയ്തു. അവർ അതിനെയാണ് ഏറ്റവും വലിയ സൽക്കർമ്മമായി കണ്ടിരുന്നത്. ആ യുദ്ധം പോലും ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസത്തിലേക്കാളും അവിടെ ശ്രേഷ്ഠതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഉണ്ട്. അതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് നിങ്ങൾ ദുൽഹജ്ജിലെ 1 മുതൽ 10 ദിവസം നിങ്ങൾ ചെയ്യുന്ന അമലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദുൽഹജ്ജ് മാസത്തിനെ നമ്മൾ പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്. ഹബീബായ തങ്ങൾ എല്ലാ സമയത്തും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഹസിന ഖിബതനാ ഫീ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ എന്റെ അന്ത്യത്തിന്റെ എന്റെ എല്ലാ കാര്യത്തിന്റെയും അന്ത്യം നീ നന്നാക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഒരു വർഷത്തിന്റെ അവസാനമാണ് ദുൽഹജ്ജ് മാസം. നമ്മൾ ഈ ഒരു വർഷം എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല നോക്കുന്നത്. അവസാനത്തെ ടേണിംഗ് പോയിന്റ്, അവസാനത്തിന്റെ എൻഡിങ് പോയിന്റ്, അതിനെ ക്ലിയർ ആക്കിയോ എന്നാണ് ഞാനും നിങ്ങൾ നോക്കുന്നത്. അവസാനത്തെ എൻഡിങ് പോയിന്റ് എങ്ങനെയാണ്, അത് പെർഫെക്റ്റ് ആക്കിയോ എന്നാണ് നാം നോക്കുന്നത്. ഒരു കല്യാണം, ആഡംബരമാകുന്ന ഒരു കല്യാണം നടത്തിയിട്ട് അവസാനം ആളുകൾക്ക് ചോറ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതേപോലെയാണ് നിങ്ങൾ മുഹറം തൊട്ടിട്ട് അവസാനം ദുൽഹജ്ജ് മാസം വരെ എത്തി നിൽക്കുന്നതിൽ ദുൽഹജ്ജ് മാസം നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമാകുന്ന കാര്യം. അതാണ് ഹബീബ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ ഞങ്ങളെ കാര്യങ്ങളുടെ അവസാനം നന്നാക്കണേ എന്ന് ഹബീബ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിലെ അവസാനത്തെ മാസമാണ് ഈ ഒരു വർഷത്തിൽ. അതുകൊണ്ട് നമ്മൾ ഈ മാസത്തിനെ പരിപൂർണമായി ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഹജ്ജിന് കഴിയുന്നവർ, അതുകൊണ്ടാണ് ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിലാണ് ഇസ്ലാം ഹജ്ജിനെ നിർബന്ധമാക്കിയത്. വർഷത്തിന്റെ അവസാനം ഹജ്ജിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി. ഫത്ഹുൽ ബാരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞതിന് ഫത്ഹുൽ ബാരിയിൽ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഹദീസ് അങ്ങനെ പറയാൻ കാരണം. ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾക്ക് ഇത്രയും പ്രതിഫലം കൊടുക്കാൻ കാരണമെന്നുള്ളത് അവിടെ മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൻ്റെതായ എല്ലാ 4 സ്തംഭങ്ങളും ഒരുമിച്ച് കൂടുന്നതാണ്. ഷഹാദത്ത് ഒഴിച്ചുള്ള 4 സ്തംഭങ്ങളും ഒരുമിച്ച് കൂടുന്നതാണ് ദുൽഹജ്ജ് മാസം. അതിൽ ഒന്നാമത്തത് പെരുന്നാൾ നിസ്കാരമാണ്. രണ്ടാമതായി മഹാന്മാർ പറയുന്നു അതേ റമദാനിന്റെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രതിഫലമുള്ള നോമ്പായിട്ട് കണക്കാക്കപ്പെട്ടത് ഹജ്ജ് മാസത്തിലെ 1 തൊട്ട് 9 വരെയുള്ള ദിവസത്തിലെ നോമ്പാണ്. വീണ്ടും മഹാന്മാർ പറയുന്നത് അറഫയുടെ നോമ്പും പ്രത്യേകം സ്പെഷ്യലായിട്ട് അറഫയുടെ നോമ്പും, ആ അറഫയുടെ നോമ്പും നിസ്കാരവും ഒരുമിച്ച് കൂടുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ്. വീണ്ടും പറയുന്നത്
ഉളുഹിയ മൃഗം അറുത്തിട്ട് അതിന്റെ മാംസങ്ങൾ സ്വതക്ക് കൊടുക്കുന്നതും ഈ മാസത്തിലാണ്. വീണ്ടും പറയുന്നു അൽ ഹജ്ജ്, അഞ്ചാമത്തെ നാലാമത്തെ പ്രത്യേകത അത് ഹജ്ജ് ഈ മാസത്തിലാണ് നടക്കുന്നത്. ഇസ്ലാമിന്റെ 4 സ്തൂപങ്ങൾ സ്ഥിതി കൊള്ളുന്നത് ഈ ദുൽഹജ്ജ് മാസത്തിലാണ്. ഇസ്ലാമിന്റെ 4 സ്തൂപങ്ങൾ നിലകൊള്ളുന്നത് ഈ ദുൽഹജ്ജ് മാസത്തിലാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ നിസ്കാരങ്ങളായി, നോമ്പുകളായി, സകാത്തുകളായി, ഉളുഹിയ കർമ്മങ്ങൾ അർക്കലായി അങ്ങനെ മുന്നോട്ട് പോകണം. ഹബീബായ തങ്ങളെ ഏറ്റവും കൂടുതൽ ദുൽഹജ്ജിനെ ആദരിച്ചത് നോമ്പ് പിടിച്ചുകൊണ്ടാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനാകുന്ന അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊണ്ട് ഹബീബായ തങ്ങൾ കടന്നുകൂടി എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും അതേ സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സൽക്കർമ്മമാണ് നോമ്പെടുക്കുക എന്നുള്ളത്. ഹബീബായ തങ്ങൾ 1 തൊട്ട് 9 വരെയും നോമ്പെടുത്തപ്പോൾ എനിക്കും നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചില്ല, എനിക്കും നിങ്ങൾക്ക് ഉളുഹിയർക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാനും നിങ്ങളും പിന്നെ ചെയ്യേണ്ടത് അത് നോമ്പെടുക്കലാണ്. ഇനി ഒരു മനുഷ്യന് ഉളുഹിയ മൃഗം അറുക്കാൻ സാധ്യമായാൽ അവന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ഹബീബായ തങ്ങൾ നോമ്പെടുത്ത് മുന്നേറി എന്ന് ഹദീസിന്റെ കിതാബിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. ദുൽഹിജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് മഹാന്മാരെ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദുൽഹിജ്ജ് ദിവസത്തിലെ 1ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ 9 ദിവസവും നോമ്പെടുത്താൽ നിങ്ങൾക്ക് 9 പ്രതിഫലങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഹബീബായ തങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൽ-യൗമല്ലദീ ഗഫറല്ലാഹു ഫീഹി ആദം അലൈഹിസ്സലാം. അതേ ദുൽഹിജ്ജ മാസത്തിലെ 1ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ദിവസമാണ് ദുൽഹിജ്ജ് ദിവസത്തിലെ 1ാമത്തെ ദിവസമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വിലക്കപ്പെട്ട ഒരു കനികൾ ഭക്ഷിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ പേര്, ഭക്ഷിച്ചതിന്റെ പേരിൽ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 കൊല്ലമാണ് അല്ലാഹുവിനോട് പാപമോചനം തേടിയത്. എന്നിട്ടോ 40ാമത്തെ കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാപമോചനത്തിന് തിരഞ്ഞെടുത്ത ദിവസമേതാ? അത് ദുൽഹിജ്ജ മാസത്തിലെ 1ാമത്തെ ദിവസമാണ്. ഹബീബായ തങ്ങൾ പറയുകയാ, മൻ സാമ ദാലികൽ യൗമ, ഈ ദിവസം ആരാണോ നോമ്പെടുക്കുക, അവന്റെ സർവമാകുന്ന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാ. ഹറാമ് കൊണ്ട് കണ്ണുകൾ നിറച്ചവരില്ലേ, ഹറാമുകൾ പിടിച്ചുകൊണ്ട് കൈകൾ നിറച്ചവരില്ലേ, ഹറാമിന്റെ വഴിയിൽ കൂടി നടന്നവരില്ലേ, പൊന്നു ചെറുപ്പക്കാരാ, നിന്റെ പാപം കൊടുക്കണോ? നിനക്കുള്ള ഒരു സുവർണവസരമാണ്. ദുൽഹിജ്ജ മാസത്തിലെ 1ാമത്തെ ദിവസം അതേ നീ നോമ്പെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. 2ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തറിയോ? ഹബീബായ തങ്ങൾ പറയുകയാ, ഇസ്തജാബല്ലാഹു ദുആഉ സകരിയാ. സകരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആഇക്ക് ഇജാബത്ത് കൊടുത്ത ദിവസമാണ് ദുൽഹിജ്ജ ദിവസത്തിലെ 2ാമത്തെ
ദിവസമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാണോ ദുൽഹിജ്ജ മാസത്തിലെ രണ്ടാമത്തെ ദിവസം നോമ്പെടുക്കുക അവനിക്ക് കൊടുക്കുന്ന അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്തജാബല്ലാഹു ദുആഅഹു. അവന്റെ ദുആഇന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ തങ്ങൾ പറയുകയാ അവന്റെ ദുആഇന് ഉത്തരമുണ്ട്. മകളെ കെട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ടോ? മക്കളുടെ കല്യാണം നല്ലതുപോലെ നടക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? വീടിന്റെ പണി നല്ലതുപോലെ പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? നിന്റെ ബിസിനസ്സിന് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? നീ രണ്ടാമത്തെ ദിവസം നോമ്പെടുത്തിട്ട് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേ. നിന്റെ ദുആഇന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദുൽഹജ്ജ് ദിവസത്തിന്റെ രണ്ടാം ദിവസം നോമ്പെടുത്താൽ അവന്റെ ദുആഇന് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മൂന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഹബീബായ തങ്ങൾ പറയുകയാണ്, ഇസ്തജാബല്ലാഹു ദുആഅഹു. യൂനുസ് അലൈഹിസ്സലാം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആഇനെ സ്വീകരിച്ച, ദുആഇന് ഉത്തരം കൊടുത്ത ദിവസമാണ് ദുൽഹിജ്ജ ദിവസത്തിലെ മൂന്നാമത്തെ ദിവസം. ആരാ? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റേതായ ജനതകളെ ഓടിച്ചിട്ട് കപ്പലിൽ കയറുകയും ആ കപ്പലിൽ നിന്നതേ വലിച്ച് കടലിലേക്ക് എറിഞ്ഞ നബിയല്ലേ. ആ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു മത്സ്യത്തിന്റെ ഉദരത്തിൽ പോയിട്ട് 40 ദിവസമാണ് മഹാനാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പൊറുക്കല്ല തേടിയത്. ആ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആഇന് ഉത്തരം കൊടുത്ത ദിവസമാണ് ദുൽഹിജ്ജ മാസത്തിലെ മൂന്നാമത്തെ ദിവസമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുൽഹിജ്ജ മാസത്തിലെ മൂന്നാമത്തെ ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? ഒരു കണ്ണിമ വെട്ടുന്നത് പോലും വെട്ടാത്ത രൂപത്തിൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരൊറ്റ കൊല്ലം മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് അവർക്ക് കൊടുക്കുന്നത്. നമ്മുടെ നിസ്കാരങ്ങൾ നമുക്കറിയാം. എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ പല ചിന്താഗതിയിലാണ്. അങ്ങനെയല്ല നിസ്കാരം. ഒരൊറ്റ കണ്ണ് അല്ലാഹ് എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ നിന്ന് ഒരു കണ്ണിന്റെ ഇമ പോലും വെട്ടാതെ ഒരൊറ്റ കൊല്ലം അവൻ നിന്ന് നിസ്കരിച്ചതിന്റെ ഇബാദത്തെടുത്തതിന്റെ പ്രതിഫലമാണ് മൂന്നാം ദിവസം നോമ്പെടുത്ത മനുഷ്യന് കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നാലാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ജനിച്ച ദിവസമാണ് ദുൽഹിജ്ജ മാസത്തിലെ മൂന്നാമത്തെ ദിവസം. ആരാണോ ആ ദുൽഹിജ്ജ മാസത്തിലെ നോമ്പെടുക്കുന്നത് അവർക്ക് ദാരിദ്ര്യത്തിൽ തൊട്ടും അവന്റേതായ ബുദ്ധിമുട്ടുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാക്കുന്നതാ. ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും അവർക്ക് മാറ്റിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാത്രവുമല്ല അവൻ ഖിയാമത്ത് നാളിൽ വരുന്നത് മുർസലീങ്ങളുടെ കൂടെയും മലക്കുകളുടെ കൂടെയാണ്. അവൻ ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അഞ്ചാം ദിവസം ആരാണോ നോമ്പെടുക്കുക ആ അഞ്ചാം ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ജനിച്ച ദിവസമാണ്. ആരാണോ ആ ദിവസത്തിൽ നോമ്പെടുക്കുക
അവനെ നിഫാഖിനെ തൊട്ടും ഖബറിന്റെ അദാബുകളെ തൊട്ടും കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി.